സന്നിധാനത്തേക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്. എം.ജി. പ്രതീഷ് ഉണ്ട്. പ്രതീഷ്, നേരത്തെ ഞാൻ ചോദിച്ചത് നിലവിൽ എന്താണ് അവിടെ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമെന്ന് പറയാറായോ? അനുജ, നിലവിൽ വളരെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സന്നിധാനത്ത് ഇല്ല. സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇപ്പോൾ ഇല്ല. പക്ഷേ മരക്കൂട്ടത്തിലും നടപ്പന്തലിലും അടക്കം തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. 10 മണിക്കൂറിലധികമായി കാത്തിരിക്കുന്ന തീർത്ഥാടകർ, ശബരിമല ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുണ്ട്. ഈ പ്രധാനമായും ഈ തീർത്ഥാടകരെ വരും ദിവസങ്ങളിലും നിയന്ത്രിക്കും എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും പറയുന്ന കാര്യം. ഒരു തരത്തിലും ഈ പോലീസോ ദേവസ്വം ബോർഡോ പ്രതീക്ഷിച്ച തിരക്കായിരുന്നില്ല ഇന്ന് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മുൻകാല സീസണുകളിൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ 70,000-ന് താഴെ തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്താറ്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി 1,07,000 തീർത്ഥാടകർ ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തി. ഇന്ന് 1.25 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകുമെന്നതാണ് അനൌദ്യോഗികമായ പോലീസിന്റെ തന്നെ കണക്ക്. അതാണ് ഈ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ താളം തെറ്റിച്ചത്. മണക്കൂട്ടം ഭാഗത്തും ശരംകുത്തിയിലും അപ്പാച്ചിമേട്ടിലും 10 മുതൽ 15 മണിക്കൂറിലധികം തീർത്ഥാടകർ ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലായിരുന്നു എന്നതാണ്. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെയാണ് ഇത്രയും മണിക്കൂറുകൾ ഇവർ കാത്തുനിന്നത്. അങ്ങനെ വലിയ തരത്തിൽ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി. പല വഴികളിലൂടെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താൻ തുടങ്ങി. അതാണ് സന്നിധാനത്തെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ താളം തെറ്റിച്ചത്. കൂട്ടമായി തീർത്ഥാടകർ ആ സന്നിധാനത്തേക്ക് എത്തി. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സ്ഥിതി നിയന്ത്രണ വിധേയമാണ്, ഈ ബോധപൂർവമാണ് കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. ഈ സ്പോട്ട് ബുക്കിംഗിന് 20,000, വെർച്വൽ ബുക്കിംഗിന് 70,000 എന്ന തരത്തിലേക്ക് ഒരു കണക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ പ്രതീക്ഷ തന്നെ സൂചിപ്പിച്ചതുപോലെ 1 ലക്ഷത്തിലേറെ പേർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളൊരു സാഹചര്യം. മുന്നൊരുക്കങ്ങൾക്ക് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെ കാണണമോ? എന്താണ് ഇത്തവണ സംഭവിച്ചതെന്നും ഇന്നിപ്പോൾ 2-ാം തീയതി ആയിട്ടേ ഉള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് പ്രതീഷ്? അനുജ, മുന്നൊരുക്കങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്ര തീർത്ഥാടകർ കയറുന്നു എന്നതിന്റെ കൃത്യമായ കണക്ക് പോലീസിനുണ്ട്. ഒപ്പം എത്ര തീർത്ഥാടകർ ശബരിമലയിൽ നിന്ന് മല ഇറങ്ങുന്നു എന്ന കാര്യവും പോലീസിന് വ്യക്തമാണ്. അപ്പോൾ ഇത്രത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് കയറി വന്നിട്ടും ഒരു നിയന്ത്രണം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ തിരികെ മല ഇറക്കാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ കൂട്ടമായി തീർത്ഥാടകർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിയതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇടയാക്കിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധിക്ക് കാരണമായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു, ഈ മുന്നൊരുക്കങ്ങളിൽ വലിയ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ നിലവിലെ ദേവസ്വം ബോർഡിനെ പഴി പറയാൻ കഴിയില്ല. കാരണം കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അതിന് തൊട്ടു മുമ്പുള്ള ഭരണസമിതി കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലേ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലേ എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. കാരണം ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴി ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സ്ത്രീകളും കുട്ടികളും ഏറെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ കണക്ക് കൂട്ടൽ. എന്തായാലും നിലവിൽ സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ ഈ പ്രതിസന്ധിക്ക് തിരക്കിന് അയവുണ്ട്. പക്ഷേ നടപ്പന്തലിലും മരക്കൂട്ടത്തിലും ഉൾപ്പെടെ നീണ്ട നിരയുണ്ട്. ഇന്ന് രാത്രി 11 മണിക്കാണ് ഇനി നടയടയ്ക്കുന്നത്. അതോടുകൂടി നിലവിലെ ഇന്നത്തെ തിരക്കിന് ഒരു കുറവ് വരും, അല്ലെങ്കിൽ ആ തിരക്ക് നിയന്ത്രിച്ച് തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നതാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നാളത്തെ തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിക്കൊണ്ടായിരിക്കും ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.